നമസ്കാരം. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ പദയാത്ര, ആ പദയാത്ര കുറച്ച് നടക്കുന്നു, കുറച്ച് വാഹനത്തിൽ കയറുന്നു, വീണ്ടും തിരികെ വരുന്നു. സാധാരണ കാണാത്ത രീതിയിലുള്ള ഒരു പദയാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരും ശ്രദ്ധിക്കാത്ത പദയാത്രയെ വിമർശനം ഉന്നയിച്ച് ആളെ അറിയിക്കുന്ന പണിയെടുക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഇതേവരെ അതേക്കുറിച്ച് വിമർശിക്കാതിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റർ അത് വിമർശിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട നേതാക്കളുമൊത്ത് ഉച്ചഭക്ഷണം എന്നാണ് പറയുന്നത്. ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ നടത്തിയിരുന്ന പന്തിഭോജനം പോലെയുള്ള ഒരു പരിപാടി ഇന്ന് എല്ലാം മാറി, ആളുകളോട് ജാതി മറന്ന് കൂടെയുള്ള സുഹൃത്ത് ഏത് ജാതിക്കാരനാണെന്ന് ആളുകൾ ചിന്തിക്കാത്ത തരത്തിൽ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് എല്ലാ വിവാഹ വീടുകളിലും അതേപോലെ തന്നെ ഗൃഹപ്രവേശങ്ങളിലൊക്കെ തന്നെ ആരും ഏത് ജാതിയാണെന്ന് ഒരിക്കലും നോക്കാതെ എല്ലാവരും എല്ലാ ഭക്ഷണവും ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കേരളം മാറിയിരിക്കുന്നു. ജാതീയത കേരളത്തിൽ നിന്ന് ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും സഹോദരന്മാരായും മനുഷ്യന്മാരായും കരുതുന്ന ഒരു സമൂഹം വളർന്നു വന്നിരിക്കുന്നു. പക്ഷേ സവർണാധിപത്യമുള്ള BJPക്ക് ഇപ്പോഴും അവരെ മാറ്റി നിർത്തണം. ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് പട്ടികവർഗക്കാരിയായ ദ്രൗപദി മുർമുവിനെ, ഇന്ത്യയുടെ പ്രസിഡന്റിനെ മാറ്റി നിർത്തിയ പാർട്ടിക്ക്, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഇന്ത്യയുടെ പ്രസിഡന്റിനെ മാറ്റി നിർത്തിയ രാഷ്ട്രീയ പാർട്ടിക്ക് എന്തുകൊണ്ടും യോജിച്ച രീതിയിലാണ് സുരേന്ദ്രൻ പട്ടികജാതി പട്ടികവർഗ നേതാക്കളുമൊത്ത് ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് അവരേതോ ഒരു പ്രത്യേക വിഭാഗമാണെന്ന് ആളുകളെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ, അവർ സാധാരണ അവരോടൊപ്പം ആരും ഭക്ഷണം കഴിക്കാത്തൊരു ജനവിഭാഗമാണ്, അവരോടൊപ്പം തങ്ങൾ കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്നുകൂടെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സവർണ മേധാവിത്വം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇവിടുത്തെ ജാതീയത എന്നും നിലനിൽക്കണം. ഇവിടെ മനുസ്മൃതി അടിസ്ഥാനമാക്കിക്കൊണ്ട് 100 കണക്കിന് ജാതികൾ ഈ സമൂഹത്തിൽ ഉണ്ടായാൽ മാത്രമേ സവർണാധിപത്യം നിലനിൽക്കുള്ളൂ. തങ്ങൾക്ക് താഴെ ഓരോരുത്തർക്കും കൽപ്പിച്ചിരിക്കുന്ന തൊഴിൽ ചെയ്തുകൊണ്ട് ഒരു അടിയാള വിഭാഗം എല്ലാ കാലത്തും നിലനിന്നാൽ മാത്രമേ സവർണറായി നിലനിൽക്കുള്ളൂ. അടിയാള ജനവിഭാഗം വളർന്നു വരികയും അവരിൽ നിന്ന് ക്ഷേത്രങ്ങളിലെ പൂജാരിമാരും അതേപോലെ തന്നെ ഉയർന്ന ജോലിക്കാരും ഒക്കെ ഉയർന്നു വരുമ്പോൾ സവർണ മേധാവിത്വം സമൂഹത്തിൽ ഇല്ലാതെ പോകും എന്ന് BJP ഒരു പക്ഷേ ഭയപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് ജാഥയിൽ ഒരു ഇനം തന്നെ ഇവിടെ കീഴാള ജനവിഭാഗത്തെ വീണ്ടും പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്തരം നെറികെട്ട പ്രവർത്തനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. കേരളം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പോലെ പട്ടികജാതി പട്ടികവർഗത്തെ തൊട്ടുകൂടാത്ത ജനവിഭാഗമാക്കി മാറ്റി നിർത്തുന്ന സമൂഹമല്ല. കേരളത്തിലെ എല്ലാ ജാതി മത ജനവിഭാഗങ്ങളും ഇന്ന് ജാതി നോക്കാതെ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഒരു സമൂഹമാണെന്ന് സംഘപരിവാർ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വടക്കൻ മേഖലയിൽ ധാരാളം ഹിന്ദു ചെറുപ്പക്കാർ, അവർ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന രീതിയിൽ സമൂഹം മാറിയിരിക്കുന്നു. ജാതി മാറിക്കൊണ്ടുള്ള വിവാഹങ്ങൾ വ്യാപകമാണ്. അതേപോലെ തന്നെ വിവിധ പരിപാടികളിൽ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾ, ആഘോഷ ചടങ്ങുകൾ, ഇതിലൊന്നും ആരും ജാതി നോക്കാറില്ല. ദയവ് ചെയ്ത് BJP ഈ കേരളത്തിൽ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കിടയിൽ വീണ്ടും ജാതീയത കുത്തിവെക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തെ നിങ്ങൾ ഉത്തർപ്രദേശിൻ്റെയും അതുപോലെയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുപോകരുതെന്ന് വളരെ വിനയത്തോടു കൂടി സുരേന്ദ്രനോടും BJPയോടും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.